അതിന് ആ ധാർമ്മികത മുന്നിൽ കണ്ടുകൊണ്ട് എത്രയോ നടപടികൾ BJP സ്വീകരിച്ചു. BJP നടപടി ഈ വിഷയത്തിൽ സ്വീകരിച്ചില്ല. കുറ്റമറ്റ രീതിയിൽ വീണ്ടും നീറ്റ് എക്സാം നടത്തും. എപ്പോഴാണ് കോൺഗ്രസിനെ കണ്ടത്? പ്രതിപക്ഷം ഇപ്പോൾ ഈ CJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ സമരം തുടങ്ങിയതിന് ശേഷം അതുവരെ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? CJPയുടെ നാണമുണ്ടോ കോൺഗ്രസിന് CJPയുടെ ചെലവിൽ സമരം നടത്താൻ? അല്ല ഒരു നീറ്റ് എക്സാമിനേഷന് തെറ്റുപറ്റിയെന്ന് ഞങ്ങളെപ്പോഴും ചോദിച്ചു. നീറ്റ് എക്സാമിനേഷനെ സംബന്ധിച്ച് ഭാരതീയ ജനത ഗവൺമെന്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി നിലപാട് സ്വീകരിച്ചത്. അല്ലല്ല, അയാളുടെ മാത്രം കുറ്റമാണോ അത് സംഭവിച്ചത്? അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ അത് ചെയ്തത്? ഇപ്പൊ അത്തരം കാര്യങ്ങളെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞങ്ങളൊക്കെ വി ആർ ടു സ്മോൾ. മനസ്സിലായില്ല? അത് പ്രധാനമന്ത്രി നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇവിടെ സ്ത്രീകളുടെ മൊഴി നേരിട്ട് പീഡന കേസിൽ എടുത്തിട്ട് എത്ര മന്ത്രിമാർ രാജിവെക്കാത്തതുണ്ട് കേരള സംസ്ഥാനത്ത്? അവരാണ് പറയുന്നത്. സ്ത്രീകളുടെ മൊഴി നേരിട്ടെടുത്ത് അതിൽ പ്രതിയായിട്ട് രാജിവെക്കാത്ത മന്ത്രിമാർ ഈ നാട്ടിലുണ്ട്. എന്തിന്? ഒന്നും വേണ്ട പിണറായി വിജയൻ, ഒന്നും വേണ്ട. ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സാർ ചെയ്തോ? അദ്ദേഹത്തിനെതിരെ സമരം ചെയ്തവർ എല്ലാവരും തീവ്രവാദികളാണെന്ന് BJP പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം തീർത്തു പറയുന്നു, സമരം ചെയ്തവരെ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ഇവിടെ രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ധാരാളം എക്സാമ്പിൾ കണ്ടു. ആ രാജ്യവിരുദ്ധ ശക്തികൾ ഒന്നും വേണ്ട, ഈ ദിവസങ്ങളിൽ 1-2 ദിവസങ്ങളിൽ ഇവിടുന്ന് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പേര് അങ്ങോട്ട് പോയി? അവരൊക്കെ എന്താ ഇവിടെ നടക്കുന്നുണ്ട്? രാജ്യവിരുദ്ധമായ സാധനം. സമരത്തിന് പോയ എല്ലാവരും രാജ്യവിരുദ്ധരാണ് നമ്മൾ പറഞ്ഞോ? അങ്ങനെ ഒരു നിലപാടുണ്ട്. അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ അവരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവും. പക്ഷെ ഇതിനിടയിൽ നുഴഞ്ഞു കയറാൻ അത്തരം ശക്തികൾ ശ്രമിക്കുമ്പോൾ സമരക്കാർ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് BJP പോട്ടെ. ആ പോകുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ് എന്ന് സമരക്കാർ ബോധ്യപ്പെട്ടില്ലെങ്കിൽ അല്ലല്ല, അത് ലബ്ധം അതൊക്കെ ഞങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ. ഏതൊക്കെ കാര്യങ്ങൾ? കഴിഞ്ഞ 2 വർഷമാണോ ഏറ്റവും കൂടുതൽ ട്രെയിൻ അപകടം നടന്നത്? ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യൻ റെയിൽവേ വന്ന വികസനത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറയാത്തെ? രണ്ട് ട്രെയിൻ അപകടത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയിൽ 12 വർഷക്കാലം കൊണ്ട് ഇന്ത്യ മുഴുവൻ ഇലക്ട്രിഫൈ ചെയ്തു. വന്ദേ ഭാരത് ട്രെയിനുകൾ. ഇന്നലെ ഹൈഡ്രജൻ ട്രെയിനിനെതിരെ കല്ലുപറിച്ചെറിയുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇന്ത്യ ആദ്യമായി അഭിമാനകരമായി പുറത്തിറക്കിയ ഹൈഡ്രജൻ ട്രെയിനിനെതിരെ കല്ലുപറിച്ചെറിയുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? അല്ല, അത് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്താ പറഞ്ഞേ? അതിന് കുറ്റം ആർക്കൊക്കെ എവിടെയൊക്കെ കുറ്റം സംഭവിച്ചിട്ടുണ്ടോ അതിൽ പരിഹാരം കാണും. അത് കുറ്റം സംഭവിച്ചിട്ടുണ്ടല്ലേ, അത് അംഗീകരിക്കാൻ മനസ്സ് കാണിച്ചില്ലേ? അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയല്ലേ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അത് ഇന്നലെ വരെ വീട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ മറ്റേ രാഹുൽ ഗാന്ധി ഇപ്പൊ ചാടിയേക്കാണ്. രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ഇത്ര നാള്? എവിടെയായിരുന്നു? അല്ലല്ല അതൊരു പർട്ടിക്കുലർ അതിനകത്തുനിന്ന് ഇവിടെ വരുമ്പോൾ നോക്കി, ഇതിനിടയിൽ വിദേശത്തായിരുന്നു പുള്ളി. ഇദ്ദേഹത്തെ ഒന്ന് കൈ തിരിച്ചു പിടിച്ച് കിട്ടിയിട്ട് ഇയാളെ കൊണ്ടൊന്ന് സമരം ചെയ്യാൻ നോക്കിയപ്പം ഇയാളെ കാണാനില്ല. അപ്പോഴും വിദേശത്താണ്. പ്രതിപക്ഷം അവരുടെ ജോലി ചെയ്യണം. ഇത് CJP അല്ല ഈ സമരം ചെയ്യേണ്ടത് എന്ന് നിങ്ങളല്ലേ പറയുന്നത്? അല്ല, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന ജോലി ഒരാൾ ചെയ്യാൻ, പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണഘടനയുടെ 3ാമത്തെ തൂണാണ്. ആ തൂണിനെ നിർബന്ധമായും സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തേണ്ട ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്.